ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകുന്നതിൽ അമേരിക്കയ്ക്ക് ആശങ്ക. യുദ്ധം ഒഴിവാക്കണമെന്ന് യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. ഗസയിൽ ഹമാസിന്റെ പ്രത്യാക്രമണത്തിൽ 2 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ദുബായിൽ നിന്ന് MC നാസർ ചേരുന്നുണ്ട്. നാസർ, ഈ ഗസ യുദ്ധത്തിൽ വെടിനിർത്തൽ ചർച്ചകളൊക്കെ ഏകദേശം നിലച്ച മട്ടാണ് കാണുന്നത്. ഇപ്പോൾ അമേരിക്ക ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? തീർച്ചയായിട്ടും നേരത്തെ വലിയ തോതിലുള്ള ചില നിർദ്ദേശങ്ങൾ പ്രധാനമായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ബൈഡന്റെ മുന്നോട്ട് വെച്ചിരുന്നു. ആ നിർദ്ദേശങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിൽ മുന്നോട്ട് പോകാനോ മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഇരുവിഭാഗത്തിനുമിടയിൽ ഒരു ചർച്ച നടത്താനോ ഉള്ള ഒരു സാധ്യത ഇനിയും രൂപപ്പെട്ടിട്ടില്ല. പല തലങ്ങളിലായിട്ട് ഈ ചർച്ചകൾ അനൗപചാരിക സ്വഭാവത്തിൽ നടത്തിയിരുന്നു. ആദ്യം പാരീസിൽ നടന്നു, തുടർന്ന് കെയ്റോയിൽ, തുടർന്ന് ദോഹയിൽ. പല തലങ്ങളിലായിട്ട് ഈ അനൗദ്യോഗിക ചർച്ച നടന്നു എന്നതല്ലാതെ ഈ 9 മാസത്തിൽ എത്തി നിൽക്കുന്ന യുദ്ധം ഏതെങ്കിലും അർത്ഥത്തിൽ അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ, കാര്യമായിട്ടുള്ളൊരു നീക്കങ്ങളും ഇനിയും ഉണ്ടായിട്ടില്ല. അത്തരമൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇസ്രായേലി സൈനിക, അതോടൊപ്പം തന്നെ ദേശീയ സുരക്ഷാ മേധാവികൾ ഉൾപ്പെടെയുള്ള സംഘത്തെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ട് ചർച്ച നടത്തി ആന്റണി ബ്ലിങ്കൻ, അതോടൊപ്പം തന്നെ മറ്റ് പ്രധാന അമേരിക്കൻ സുരക്ഷാ വിഭാഗത്തിന്റെ മേധാവികൾ ഉൾപ്പെടെയുള്ളവർ ഈ ചർച്ച നടന്നുവെങ്കിലും ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു തീരുമാനം ആ ചർച്ചകളിൽ രൂപപ്പെട്ടിട്ടില്ല. കാരണം അതിശക്തമായിട്ടുള്ള ഒരു നിലപാടിൽ തന്നെ നെതന്യാഹു സർക്കാർ ഉറച്ചു നിൽക്കുകയാണ്. അത് തങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായിട്ടും നേടും വരെ ഗസയിൽ നിന്നുള്ള ഈ ആക്രമണം തുടരും, അവിടെ നിന്ന് പിന്മാറുന്ന ഒരു പ്രശ്നമില്ല എന്ന ഒരു കടുത്ത നിലപാടിൽ തന്നെയാണ്. ആഭ്യന്തര സമ്മർദ്ദങ്ങളും പിന്നെ വിവിധ പാർട്ടികളുടെ പിന്മാറ്റവും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ആ നിലപാടുമായി തന്നെ നെതന്യാഹു മുന്നോട്ട് പോവുകയാണ്. തുടർന്നാണ് ഇപ്പോൾ ലെബനാൻ അതിർത്തിയിലേക്ക് കൂടി സംഘർഷം വലിയ തോതിൽ വ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ മുതൽ തന്നെ അവിടെ ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഒരു തുറന്ന വ്യാപകമായിട്ടുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നില്ല. പക്ഷെ പിന്നിട്ട ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ആളപായങ്ങൾ ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഹിസ്ബുല്ല വലിയ തോതിൽ ആക്രമണം ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ നടക്കുന്നു. അതിനെതിരെ വലിയ തോതിലുള്ള വ്യോമാക്രമണം തിരികെ ഇസ്രായേലും നടത്തുന്നു. ഇത് നിരവധി പേരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ചില പോരാളികൾ കൊല്ലപ്പെട്ടതായിട്ട് ഹിസ്ബുല്ല തന്നെ സ്ഥിരീകരിച്ചു. അതിനെ തുടർന്നാണ് വീണ്ടും ആക്രമണം അതിന്റെ വ്യാപ്തിയിലേക്ക് നീങ്ങുന്നത്. എന്ത് വില കൊടുത്തുകൊണ്ടും അവിടെ ഒരു സുരക്ഷ ഉറപ്പുവരുത്താൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്ന ഒരു പ്രതികരണമാണ് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് നടത്തിയിരിക്കുന്നത്. ഗസയിൽ നിന്ന് കൂടുതൽ സൈന്യത്തെ വടക്കൻ ഇസ്രായേലിലേക്ക് മാറ്റുന്നതായിട്ടുള്ള പ്രക്രിയ ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ തുറന്ന ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മേഖലയിൽ ആപൽക്കരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമായിരിക്കും രൂപപ്പെടുക. കാരണം ഇറാൻ തന്നെ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലെബനാനെതിരെ ആ അർത്ഥത്തിലുള്ള ഒരു നീക്കം നടക്കുകയാണെങ്കിൽ തങ്ങൾ വെറുതെ ഇരിക്കില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, തീർച്ചയായും അതായത് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം നമുക്കറിയാം MC നാസർ. അതായത് ഇസ്രായേലിനെതിരെ കടുത്ത ശക്തമായ നടപടികളിലേക്ക് നീങ്ങുമെന്നുള്ള തരത്തിലൊക്കെ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഹിസ്ബുള്ളയെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നതും. ഇപ്പോൾ ഈ യുദ്ധം ഇങ്ങനെ കനക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയിലുള്ള US സൈനികർക്ക് കൂടി എന്ത് സംഭവിക്കുമെന്നുള്ളൊരു ആശങ്ക അമേരിക്കയ്ക്കില്ലേ ഈ ഘട്ടത്തിൽ? തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഈ യുദ്ധം ഗസക്കപ്പുറത്തേക്ക് നീങ്ങുന്നതിന് ഒരു നിലക്കും തങ്ങൾ അംഗീകരിക്കുന്നില്ല. അത്തരം നീക്കങ്ങളിൽ നിന്ന് ലെബനാനും വിട്ടുനിൽക്കണം, അതോടൊപ്പം തന്നെ ഇസ്രായേലും വിട്ടുനിൽക്കണം എന്നാണ് ഇന്നും US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ സ്ഥിതിഗതികൾ ഒരുപക്ഷെ ഈ കണക്കുകൂട്ടലുകൾക്കും അമേരിക്കയുടെ സമ്മർദ്ദ സ്വഭാവത്തിലുള്ള നീക്കങ്ങൾക്കും ഒക്കെ അപ്പുറത്തേക്ക് പോകാൻ ചെറിയ ഒരു സംഭവം മാത്രം മതിയാവും. അത്രയേറെ പ്രക്ഷുബ്ധമാണ് വടക്കൻ ഇസ്രായേൽ അതിർത്തി കേന്ദ്രങ്ങളിലുള്ള സ്ഥിതി. കാരണം ലക്ഷക്കണക്കിന് ആളുകളെയാണ് അവിടെ നിന്ന് പിന്നിട്ട് 9 മാസം മുമ്പ് തന്നെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. അവർ വലിയ പ്രക്ഷോഭവുമായിട്ട് തെരുവിലിറങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, യുദ്ധം വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളപായങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങും. നേരത്തെ 2 യുദ്ധങ്ങൾ അനുഭവിച്ച രാജ്യം കൂടിയാണ് ലെബനാൻ. ഒടുവിൽ 2006 അവിടെ നിന്ന് നിവൃത്തിയില്ലാതെ ഇസ്രായേൽ സൈന്യത്തിന് പിൻവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. അതേ അവസ്ഥയിലേക്ക് തന്നെ വീണ്ടും കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്നൊരു ആശങ്ക സ്വാഭാവികമായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹിസ്ബുൽ ഹസൻ നസറുള്ള
ഹിസ്ബുല്ലയുടെ മേധാവിയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നത് 1,00,000-ലേറെ സൈനികരും അത്രയേറെ ഏറ്റവും നവീനമായിട്ടുള്ള മിസൈലുകളും തങ്ങളുടെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈഫ ഉൾപ്പെടെയുള്ള ഇസ്രായേൽ തുറമുഖ നഗരങ്ങളിലേക്ക് അതിശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത്തരമൊരു ഘട്ടം വരികയാണെങ്കിൽ ഒരു നിയമവും തങ്ങൾ അനുസരിക്കുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് കൂടി ഹസൻ നസ്രുള്ള വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, സൈപ്രസ് എന്ന രാജ്യം ഏതെങ്കിലും അർത്ഥത്തിൽ തങ്ങളുടെ സൈനിക താവളം ഇസ്രായേലിന് നൽകുകയാണെങ്കിൽ ആ സൈപ്രസിലേക്ക് കൂടി ആക്രമണം നീങ്ങുമെന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുകൊണ്ട് സൈപ്രസ് പ്രസിഡന്റിന്റെ പ്രതികരണം ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. തങ്ങൾ ഒരു നിലക്കും ഇസ്രായേലിനെ ഈ അർത്ഥത്തിൽ സൈനികമായിട്ട് സഹായിക്കുന്നില്ല. അതേസമയം ഇസ്രായേലുമായിട്ട് നല്ല ബന്ധമുള്ളതുകൊണ്ട് അവർക്ക് തങ്ങൾ സൈനിക അഭ്യാസം നടത്തുന്നതിന് വേണ്ടി തങ്ങളുടെ താവളങ്ങൾ കൊടുക്കുന്നു എന്നതിലപ്പുറം ഒരു യുദ്ധത്തിൽ തങ്ങൾ പങ്കുചേരില്ല എന്നാണ് സൈപ്രസ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ വളരെ വിനാശകരമായിട്ടുള്ള യുദ്ധത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും ഈ കാര്യങ്ങൾ നീങ്ങുമെന്ന ആശങ്കയാണെന്ന് അമേരിക്ക പങ്കുവച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനും ആ ആശങ്ക മുന്നോട്ട് വെച്ചിട്ട് അതുകൊണ്ട് നയതന്ത്ര നീക്കങ്ങൾ വളരെ ശക്തമായിട്ട് അമേരിക്കയിലും അതോടൊപ്പം തന്നെ ലബനാനിലും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും അർത്ഥത്തിൽ അത് വിജയിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ കലുഷിതമായിട്ടുള്ള അവസ്ഥയിലേക്കായിരിക്കും ഗസ യുദ്ധത്തിന്റെ ഒരു തുടർച്ച എന്ന നിലക്ക് ഈ കാര്യങ്ങൾ കൈവിട്ടു പോവുക. സ്വാഭാവികമായിട്ടും യമൻ അതോടൊപ്പം തന്നെ ഇറാഖ് ഉൾപ്പെടെയുള്ള സിറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ മിലീഷ്യകൾ കൂടി ഈ യുദ്ധത്തിൽ അണിനിരക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും പശ്ചിമേഷ്യയെ വലിയ തോതിൽ തന്നെ ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഫാരിഷ, നാസർ, മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, അതായത് ഈ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി റഫേൽ അടക്കം ഇസ്രായേലിന്റെ കനത്ത ആക്രമണങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിയും നെതന്യാഹുവും ഈ സൈനിക നേതൃത്വവും തമ്മിലുള്ള ഭിന്നതയൊക്കെ നമുക്കറിയാം. നെതന്യാഹുവിനെതിരെയുള്ള പ്രതിഷേധം കൂടി അത് എത്തരത്തിലാണ് പുരോഗമിക്കുന്നത്? പരിശ, അല്പം മുമ്പ് ഇസ്രായേൽ മാധ്യമങ്ങളുടേതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കൂടുതൽ സൈന്യത്തെ രംഗത്തിറക്കിക്കൊണ്ട് നെതന്യാഹുവിന്റെ ഓഫീസിന് നെതന്യാഹുവിന്റെ മറ്റ് കേന്ദ്രങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള സുരക്ഷ ഒരുക്കാനുള്ള തീരുമാനമാണ് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പേ ഇസ്രായേൽ നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. കാരണം വലിയ തോതിലുള്ള ഒരു പ്രക്ഷോഭം ഇന്ന് രാത്രി നടക്കാൻ പോവുകയാണ്. നെതന്യാഹു അടിയന്തരമായിട്ട് രാജിവെക്കണം, ഒരു പൊതു തെരഞ്ഞെടുപ്പിന് രാജ്യത്തെ അരങ്ങൊരുക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഈ പ്രകടനത്തിലും റാലിയിലും പങ്കെടുക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഓഫീസിനും അതോടൊപ്പം തന്നെ വസതിക്കും ഒക്കെ സൈനിക കാവലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതുവരെ പോലീസ് സുരക്ഷയിൽ മാത്രമായിരുന്നു പ്രകടനം നടക്കുന്ന ഘട്ടത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ സൈന്യത്തെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് നെതന്യാഹുവിന്റെ വീടും ഓഫീസും സംരക്ഷിക്കാനുള്ള ഒരു നീക്കമാണ് അല്പം മുമ്പ് സൈനിക നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വ്യാപകമായിട്ടുള്ള ജെറൂസലമിലും ഹൈഫയിലും അതോടൊപ്പം തന്നെ മറ്റു ഇസ്രായേലി നഗരങ്ങളിലും ഒക്കെ തന്നെ ഈ പ്രതിഷേധം അലയടിക്കുന്നുണ്ട്. നേരത്തെ നമുക്കറിയാൻ പറ്റും, ഗാൻസും അതോടൊപ്പം തന്നെ ഗാഡി ഈസൻകോട്ടും രാജിവെച്ചു. അതുമാത്രമല്ല, പ്രതിപക്ഷ നേതാവ് യായർ ലാപ്പിഡ് ഉൾപ്പെടെയുള്ളവർ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ഐക്യ സർക്കാരാണ് ഈ ഘട്ടത്തിൽ വേണ്ടത്, ഏറ്റവും വലിയൊരു യുദ്ധത്തെയാണ് നേരിടുന്നത് എന്ന നെതന്യാഹുവിന്റെ വിശദീകരണം ഒന്നും തന്നെ ഈ പാർട്ടികൾ അംഗീകരിക്കുന്നില്ല. മറിച്ച് എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടക്കണം, നെതന്യാഹുവിന്റെ നേതൃത്വവുമായിട്ട് മുന്നോട്ട് പോയാൽ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഈ പ്രതിപക്ഷ പാർട്ടികളും അതോടൊപ്പം തന്നെ ബന്ദികളുടെ ബന്ധുക്കളും ശക്തമായി തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൽ നെതന്യാഹുവിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ശക്തമാണ്. അയൺ ഡോം സംവിധാനമടക്കം തകർക്കുമെന്ന ആശങ്ക ഇസ്രായേലിനുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് യുദ്ധം ഒഴിവാക്കണമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി നൽകിയത് ദുബായിൽ നിന്ന് MC നാസർ.